ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജിയാണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് യോഗയുടെ ഷട്ക്രിയാസ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഞാനിവിടെ ഒരു നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവിടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒരു 1 ഡേ വർക്ക്ഷോപ്പാണ് നടത്തുന്നത്, കോഴിക്കോട് വെച്ചിട്ടാണ്. അപ്പോൾ കോഴിക്കോടുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലോ അതല്ലെങ്കിൽ വേറെ ആൾക്കാർക്ക് വേണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതൊരു 1 ഡേ വർക്ക്ഷോപ്പാണ്. അപ്പോൾ എല്ലാവരും നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ഒരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ജെൻഡർലെസ് റീഡിംഗ് ആണ്. നിങ്ങളുടെ എനർജിയായിട്ട് മാച്ച് ചെയ്യുന്നവർ മാത്രം ഇത് അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്തവർ ഇത് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് റിലീസ് ചെയ്യുക. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇവിടെ നമ്മളുടെ തിരുനാവായ ക്ഷേത്രത്തിൽ കുംഭമേള നടക്കുന്നുണ്ടായിട്ട് നിങ്ങൾ അറിഞ്ഞല്ലോ. അപ്പോൾ ഫെബ്രുവരി 3 വരെ ഉള്ളൂ. അപ്പോൾ ആരെങ്കിലും വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വരിക. വളരെ നല്ലൊരു അനുഭവമാണ് അവിടെ കുംഭമേളയ്ക്ക് പോകുന്നത്. എൻ്റെ വീട് ഇവിടെ തിരുനാവായ അമ്പലത്തിനടുത്ത് തന്നെയാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വരിക. ഇപ്പം തന്നെ നല്ല ആൾക്കാരാണ്. അപ്പോൾ സാറ്റർഡേ സൺഡേസിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര റഷാണ് ഇവിടെ. അപ്പോൾ ഇവിടെ വരാത്തവർ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വരിക കേട്ടോ. അപ്പോൾ നമ്മൾ റീഡിങ്ങിലേക്ക് പോവാം. എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വൈറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി വെച്ചിട്ട് ഈ ഒരു ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ഉള്ളിൽ ഒരുപാട് ഫീലിങ്സും ഇമോഷൻസും ഒക്കെ ഒതുക്കി പിടിച്ച് ഭയങ്കരമായിട്ട് സെൽഫ് കൺട്രോൾ ചെയ്ത് നടക്കുന്ന ഒരു പേഴ്സൻ്റെ ഒരു എനർജി ആയിട്ടാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഒന്നെങ്കിൽ ആ ഒരു വ്യക്തിയായിരിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ എനർജി ആയിരിക്കാം. അപ്പോൾ എല്ലാവരും വളരെ റിലാക്സ്ഡ് ആയിട്ട് കേൾക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത്രയ്ക്കും ഒരു എന്താ പറയുക, ഒരുപാട് പ്രോബ്ലംസും ഒരുപാട് ഇമോഷൻസിലൊക്കെ കൂടെ കടന്നു പോകുന്ന ഒരു പേഴ്സൺ ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി പറയാൻ പറ്റും ഇവിടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ശരിക്കും നല്ല പോലത്തെ ഒരു ഫീലിങ്സ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഒരു ബ്രേക്കപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു നോ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ലോങ് ടേം ഡിസ്റ്റൻസ് ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പോൾ അതല്ലെങ്കിൽ നിങ്ങളോട് ചിലപ്പോൾ ഇഷ്ടം തുറന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെ ആയിരിക്കില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ടെന്ന് അറിയാം, പക്ഷെ ആ ഒരു വ്യക്തി സമ്മതിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഫീലിങ്സ് ഒക്കെ വളരെ എന്താ പറയുക കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകണം, എല്ലാം മുന്നോട്ട് പോകണം. പക്ഷെ അയാൾക്ക് പോകാൻ പറ്റുന്നില്ല. അതായത് അയാൾക്ക് നിങ്ങളോടുള്ള ഇഷ്ടം വളരെ ഡെപ്തിലുണ്ട്. അപ്പം അതിനെ മറച്ചു വെച്ചും അതിനെ അവഗണിച്ചും അയാൾക്കയുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലോട്ടും പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ലൈഫിൽ ഓരോരോ കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ അതിനെ മാറ്റി വെച്ചിട്ടാണ് അയാൾ പോകാൻ ശ്രമിക്കുന്നത്. പക്ഷെ അയാൾക്ക് അതിലോട്ട് പോരാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ അയാൾ ഒരു ഭയങ്കരമായിട്ടും ഫ്രസ്ട്രേറ്റഡ് ആണ് ആ ഒരു വ്യക്തി. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ അതല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ഒരു ത്രോട്ട് ചക്ര ശരിക്കും പറഞ്ഞാൽ ബ്ലോക്കാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു പേഴ്സൻ്റെ തന്നെ ആയിരിക്കാനാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. കാരണം എന്ന് വെച്ചാൽ ഇയാൾക്ക് വാക്കുകളുണ്ട് പറയാൻ, പക്ഷെ വാക്കുകൾ പറയാൻ പറ്റുന്നില്ല. മെസ്സേജസ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യണമെന്നും ഒക്കെയുണ്ട്. അതേപോലെ തന്നെ നിങ്ങളോട് ഉള്ള ഇഷ്ടം ആ ഒരു ആക്ഷൻസ് വെളിയിലോട്ട് കാണിക്കണമെന്നല്ലെങ്കിൽ അതേപോലത്തെ ഒരു ലവ് ലാംഗ്വേജസ് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് താല്പര്യം ഉള്ളൊരു വ്യക്തിയാണ്. പക്ഷേ ഈ ഒരു പേഴ്സൻ്റെ ത്രോട്ട് ചക്ര ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ ഒന്നും പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കുന്നില്ല, ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അയാൾക്ക് വന്ന് പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ചിലപ്പോൾ എല്ലാം കൊണ്ടും പ്രിപ്പയർഡ് ആയിട്ട് വരുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ആയിരിക്കും, ചിലപ്പോൾ കൊളീഗ്സ് ആയിരിക്കാം, ആരും ആവാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ആ ഒരു പേഴ്സണിന് ശരിക്കും പറഞ്ഞാൽ ഒട്ടും ടൈമിംഗ് ഒന്നും ശരിയാവുന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ കൊളീഗ്സ് ആയിരിക്കാം, ചിലപ്പോൾ സാഹചര്യങ്ങളായിരിക്കാം, മനസ്സിലായി. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണ് ഒരുപാട് ബ്ലോക്കേജസ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഡിലേ ആണ്, എക്സ്പ്രഷൻസ് ഒക്കെ ഡിലേ ആണ്, ഇമോഷണലി ഒരുപാട് എന്താ പറയുക വല്ലാത്തൊരു അവസ്ഥയിൽ കൂടിയാണ് ഈ ഒരു പേഴ്സൺ പോകുന്നത്. പിന്നെ ഈ പേഴ്സൺ ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ നല്ലപോലൊരു സ്പാർക്ക് ഉണ്ട്. അത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. നിങ്ങളോട് വളരെയധികം അട്രാക്ഷൻ ഉണ്ട്. എന്താ പറയുക, ഇതൊരു നമ്മൾ പറയില്ലേ ദൈവം സൃഷ്ടിച്ചെടുത്ത കടഞ്ഞെടുത്ത എന്നൊക്കെ പറയുന്ന അതേപോലത്തെ ഒരു ഇഷ്ടമാണ് ആ ഒരു വ്യക്തിക്ക് നിങ്ങളിലോട്ടുള്ളത്. ഭയങ്കര മെച്യൂർ ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ ഒരു എനർജിയാണ് ഈ ഒരു പേഴ്സണെ നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങളോടൊപ്പം അവർക്ക് വരണമെന്നുണ്ട്, പക്ഷെ എന്താണെന്നറിയില്ല,
ഒരുപാട് തടസ്സങ്ങൾ വരുന്നുണ്ട്. തടസ്സങ്ങളെന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഫാമിലി വൈസ് ഒരു പേഴ്സന്റെ എനർജി ആയിട്ട് തന്നെ നമുക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ കുടുംബത്തില്, അതായത് നമ്മൾ പറയുന്ന പോലെ ചിലപ്പോൾ സർപ്പങ്ങളോ അല്ലെങ്കിൽ ദൈവങ്ങളോ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ബ്ലോക്കേജസ് മനസ്സിലായോ? അവിടെ പ്രോപ്പറായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ട് അങ്ങനത്തെ ഒരു കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരുമല്ലോ. അപ്പം അങ്ങനത്തെ ഒരു എനർജിയും അതല്ല എങ്കിൽ ബ്ലാക്ക് മാജിക്കിന്റെ ഒരു എന്തോ ഒരു നമ്മൾ മനുഷ്യന്മാരല്ലാത്ത തരത്തിൽ വേറൊരു എനർജിയുടെ വൈസ് ഒരു ബ്ലോക്കേജും കൂടെ ഈ ഒരു പേഴ്സണ് കാണുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ കല്യാണം കഴിക്കാത്ത ആളായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ മാരീഡ് ആയിട്ട് നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കാം, അതല്ലെങ്കിൽ എന്തോ ആയിരിക്കാം ഒരു റിലേഷൻ. ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഉള്ളിൽ ചിലപ്പോൾ ബ്ലാക്ക് മാജിക് ആയിരിക്കാം. വെളിയിൽ നിന്നുള്ളൊരു സോഴ്സ് കറക്റ്റ് നല്ലതുപോലെ ഈ ഒരു എനർജീനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സണ് എന്ത് ചെയ്യുമ്പോഴും ഒരു ബ്ലോക്കാണ് ഉണ്ടാവുന്നത്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ അവരുടെ എനർജി കംപ്ലീറ്റ്ലി മാറും. ചിലപ്പോൾ വളരെ സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കാം. പക്ഷേ നിങ്ങളെ പറ്റി വിചാരിക്കുമ്പോഴൊക്കെ അവരുടെ എനർജി മാറുന്നു. അതുപോലെ തന്നെ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. മെസ്സേജ് അയക്കണം എന്നൊക്കെ വളരെ നല്ലതുപോലെ ആഗ്രഹമുണ്ട്. പക്ഷേ അയാൾക്ക് കഴിയുന്നില്ല. അത് അയാൾ മനഃപൂർവ്വം ചെയ്യുന്നില്ല. പക്ഷെ എക്സ്റ്റേണലി ഉള്ള ഒരു എനർജി വൈസ് ഒരു പേഴ്സണ് അത് നമുക്ക് എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരു എനർജി വൈസ് നമുക്ക് ക്യാച്ച് ചെയ്യുന്ന വെച്ചാൽ പുറത്തുനിന്ന് അതെന്തുമാവാം കേട്ടോ. ബ്ലാക്ക് മാജിക് ആവും, നമ്മുടെ കുടുംബ ദൈവങ്ങളായിരിക്കാം, ഇപ്പോൾ ഹിന്ദു മതപ്രകാരമുള്ള ആൾക്കാരല്ല എങ്കിൽ ചിലപ്പോൾ ബ്ലാക്ക് മാജിക്കിന്റെ ഇൻഫ്ലുവൻസ് ആയിരിക്കാം. എന്തുമാവാം, എക്സ്റ്റേണലി നിങ്ങൾക്കുള്ള എന്തോ ഒരു എനർജി അതാണ് ഈ ഒരു വ്യക്തിനെ നിങ്ങളിൽ നിന്നും മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോ അവർക്കും തോന്നിയിട്ടുണ്ടാവാം. പക്ഷെ അവര് നിങ്ങളോട് കറക്റ്റായിട്ട് പറയുന്നില്ല. കാരണം വെച്ചാൽ അവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട് ഈ ഒരു കാര്യത്തില്. പിന്നെ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. പിന്നെ എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോയാൽ അത് തെറ്റാകുമോ എന്നൊരു പേടിയുണ്ട്. അതല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അകറ്റാൻ വേണ്ടി തന്നെ വേറെ ആരെങ്കിലും എന്തെങ്കിലും പരിപാടി ഒപ്പിച്ചതുമാകാം. ചിലപ്പോൾ ആ ഒരു പേഴ്സണ് തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കാം ആരാന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് വ്യക്തമായിട്ട് പറയണമെന്ന് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു വ്യക്തി സൈലൻസ് ആണ് കാണിക്കുന്നത്. കാരണം എന്ന് വെച്ചാല് പറഞ്ഞില്ലേ, എല്ലാം ബ്ലോക്കാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണുന്നത്. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമില്ലാത്തതിൻ്റെ അല്ല, പക്ഷെ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് ഇവിടെ ഒരുപാട് ബ്ലോക്കേജസ് ആണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ മെന്റലി സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. സത്യമുണ്ട് ഈ ഒരു പേഴ്സന്റെ ഉള്ളിൽ, പക്ഷെ അത് പറയാനുള്ള കറേജ് ഇല്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് തെറ്റായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട്. അവരുടെ ഡേ ടു ഡേ മൈൻഡിൽ നടക്കുന്ന പാറ്റേൺസ് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഇപ്പോൾ വന്ന കാർഡ്സ് വെച്ച് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് തെറ്റായിട്ടുള്ള ബിലീഫ്, അതായത് മതം വിശ്വാസം അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അയാൾ വിശ്വസിച്ചു പോകുന്ന ഓരോ കാര്യങ്ങളും മനസ്സിലായി. അയാളെ കൊണ്ടൊന്നും നടക്കില്ല, അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ലിമിറ്റഡ് ആയിട്ട്, അതായത് വളരെ അടക്കി പിടിച്ചിട്ടുള്ള തരത്തിലുള്ള ഒരു ബിലീഫ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ആ ഒരു വ്യക്തിക്കുണ്ട്. മനസ്സിലായി. ഒരുപാട് ട്രബിളും ഒരുപാട് ഇമോഷണലി പ്രോബ്ലംസ് ഒക്കെ ഉള്ള ഒരു പേഴ്സൺ ആണ്. അപ്പൊ അതിൽ നിന്നൊന്നും എനിക്ക് ഓവർകം ചെയ്ത് വരാൻ പറ്റില്ല, അതിൽ അവിടെ നിന്ന് എനിക്ക് നിന്റെ അടുത്തോട്ട് വരാൻ പറ്റില്ല എന്നൊക്കെ ഓർത്ത് അത് ഇതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു എനർജീസ് ഉള്ളത് കൊണ്ട് തന്നെ ആർക്കായാലും നമുക്ക് എത്രയൊക്കെ കഴിവുള്ള ആൾക്കാരാണെങ്കിലും ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവ് മൈൻഡിലോട്ട് അല്ലെങ്കിൽ ഒരു എനർജി ലോ ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും, അതേപോലെ തന്നെ നമ്മളെ ദൈവങ്ങൾ എന്ന് പറഞ്ഞത് നെഗറ്റീവ് എനർജിയിലല്ല പറയുന്നത്. ചിലപ്പോൾ നമ്മുടെ കുടുംബ ദേവതകൾ, അതുപോലെ തന്നെ നമ്മുടെ കുടുംബക്ഷേത്രങ്ങളിലൊന്നും നമ്മൾ പോവാതെ നോക്കാതെയൊക്കെ ഇരിക്കുമ്പോൾ അതുകൊണ്ട് അവരെ ശ്രദ്ധിക്കാൻ വേണ്ടി ചിലപ്പോൾ അവർ നമുക്ക് ബ്ലോക്കേജസ് കാണിക്കും. അങ്ങനെയുള്ളതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെന്നുണ്ട്. അതായത് ഇവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെട്ട് അവർക്ക് പുറത്തോട്ട് വരണമെന്നുണ്ട്. ബിസി ആയിട്ടുള്ള, അതായത് നിങ്ങളെ പറ്റിയുള്ള ചിന്തകളൊന്നും ഇല്ലാതെ ഒരു ബിസി ആയിട്ട് ഇരിക്കാനൊക്കെ അവർ നോക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് അങ്ങനെയൊന്നും സാധിക്കുന്നില്ല. മനസ്സിലായി. അവർക്ക് നിങ്ങളുടെ ഒരു ഫീലിങ്സ് എപ്പോഴും ഉള്ളിലോട്ട് വരുന്നുണ്ട്. പിന്നെ ഒരുപാടൊക്കെ അവർ വർക്കഹോളിക് ആകാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ മാറിപ്പോവാനും അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളൊന്നും വരാതിരിക്കാൻ വേണ്ടി. പക്ഷെ അതൊന്നും കംപ്ലീറ്റ് ആയിട്ടൊന്നും സക്സസ് ഒന്നും ആവുന്നില്ല. എന്നാലും ഇമോഷണലി ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി. ഈ ഒരു പേഴ്സണുള്ളിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഡീപ്പായിട്ടുള്ള ഒരു ഇമോഷൻ ഉണ്ട്. നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ ലെവലും അതൊക്കെ വെച്ച് അവർ കമ്പാരിസൺ ഒക്കെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ
തന്നെ ഒരു ഭയങ്കര കെയറിങ് ആയിട്ടുള്ളൊരു നേച്ചറാണ് നിങ്ങൾ ഭയങ്കര എമ്പതാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു ഹീലിംഗ് എനർജി അവർക്ക് വളരെയധികം എന്താ പറയുക പോസിറ്റീവായിട്ട് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കറിയാം നിങ്ങളവരെ ഒരുപാട് മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളവരെ വിശ്വസിക്കുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ ഇതവർ പുറത്ത് കാണിക്കുന്നില്ല, പക്ഷെ ഉള്ളിൽ ഒരുപാട് അവർ ഈ ഒരു ഫീലിങ്സിന് അല്ലെങ്കിൽ ഈ ഒരു എനർജീനെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു കാർഡ് വെച്ചിട്ട് ഇവർക്ക് ഒരുപാട് കഴിവുകളും ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ്. പക്ഷെ ഇവർ ബാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ ചെയ്യുന്ന ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. ഒരു ആക്ഷനും ഒന്നും അയാളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഒന്നും നടക്കുന്നില്ല, എടുക്കുന്നില്ല. എല്ലാം വളരെ ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മാനിഫെസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. മറ്റുള്ളവർ പറയുന്നതും കേട്ടതും അതുപോലെ തന്നെ ജീവിതം അതുപോലെ കൊണ്ടുപോകണമെന്നുണ്ട്. പക്ഷെ ഒന്നും നടക്കുന്നില്ല. അതല്ലെങ്കിൽ ലാസ്റ്റ് ഒരു മടിയായിട്ട് മാറിയിരിക്കുകയൊക്കെയാണ് ഈ ഒരു പേഴ്സൺ ചെയ്യുന്നത്. അത് ഉള്ള ഒരു എനർജിയുടെ ഒരു പ്രോബ്ലം കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ അപ്പോൾ ഈ ഒരു പേഴ്സൺ ഈ ഒരു ഇതിൽ നിന്ന് വെളിയിലോട്ട് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പേഴ്സൺ വെളിയിലോട്ട് വരും. അതായത് അയാളുടെ ലൈഫ് അയാൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തൊരു ഫ്രഷ് ആയിട്ട് ഒരു എനർജി വരും. അതുപോലെ തന്നെ ഫിസിക്കലി ഇമോഷണലി മെന്റലി ഒരുപാട് ക്ലിയർ ആയിട്ടുള്ള ഒരാളാകും. അങ്ങനെ വരാൻ അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നടക്കുമെന്ന് തന്നെ അയാളുടെ ഉള്ളിൽ നിന്ന് ആ ഒരു സോള് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം അയാൾക്കുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഫാസ്റ്റ് വൂൺസിനെ ഒരുപാട് അയാളുടെ ലൈഫിൽ ഹേർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് റിജക്ഷൻ ലൈഫിൽ ഒരുപാട് ആൾക്കാർ എന്തെടുത്താലും ചിലപ്പോൾ ഒന്നും സക്സസ് ആവാതെയും ബിസിനസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും അങ്ങനത്തെ ഒരു റിജക്ഷൻ അങ്ങനത്തെ അതിൻ്റെ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഇനിയും തുറന്ന് മറ്റുള്ളവരോട് പറഞ്ഞാലും അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ ലൈഫിലെ ഓരോ കാര്യങ്ങളും ചെയ്താലും ഞാൻ ഇനിയും തോറ്റു പോകുമോ എന്നൊരു പേടിയൊക്കെ ഈ ഒരു പേഴ്സൺ ഉണ്ട്. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോഴും ഡൗൺ ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പേഴ്സൺ നിങ്ങളോടും അകൽച്ച കാണിക്കുന്നത്. പിന്നെ നിങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു എനർജി എന്ന് പറയുകയാണെങ്കിൽ അവർ സൈലന്റ് ആയിട്ട് നിങ്ങളെ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ഒരു സോൾ സെർച്ചിങ് ആണ്. നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് അതല്ലെങ്കിൽ നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ സോൾ തമ്മിൽ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സോള് എന്താ പറയുക നിങ്ങൾ ഈ ഒരു സോൾ സെർച്ച് ചെയ്ത് ഈ ഒരു പേഴ്സൻ്റെ അടുത്തോട്ട് തന്നെ വീണ്ടും ചെന്നത്. അപ്പോൾ ഈ ഒരു പാസ്റ്റ് മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ ഇങ്ങനത്തെ ആ ഒരു എനർജി നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു എന്താ പറയുക നിങ്ങൾക്ക് എത്രയൊക്കെ പ്രോബ്ലം നിങ്ങളുടെ ലൈഫിലുണ്ടായാലും ആ ഒരു വ്യക്തിയുടെ ലൈഫിലുണ്ടായാലും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ ബ്രേക്കപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇട്ടിട്ട് പോകാനോ ഒന്നും പോകുന്നില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും അങ്ങോട്ട് തന്നെ അട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കും. ഒരുപാട് ഇമോഷണലി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് നിങ്ങൾ സഹിക്കുകയും ക്ഷമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം നിങ്ങളൊരു സറണ്ടർ സ്റ്റേജിലാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് ഇനിയിപ്പോൾ എനിക്ക് എന്താണ് തൽക്കാലം ഒന്നുകൂടെ താങ്ങാൻ വയ്യ. പക്ഷെ പിന്നീട് ഞാനൊന്ന് ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ കുറച്ചൊരു സ്ട്രോങ് ആൻഡ് ബോൾഡായിട്ട് നിൽക്കും എന്നൊരു മൈൻഡിൽ തന്നെയാണ് നിങ്ങൾ. പക്ഷേ നിങ്ങൾ ഈ ഒരു പേഴ്സണെ കംപ്ലീറ്റ് ആയിട്ടൊന്നും നിങ്ങൾക്ക് വിടാനും പറ്റില്ല. ആ ഒരു പേഴ്സണും വിടാൻ പറ്റില്ല. കാരണം വെച്ചത് അത്രയ്ക്കും നല്ല രീതിയിലുള്ളൊരു സോൾട്ടായി ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ ഒരു പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.